ഫ്രീസറിൽ വെച്ച കപ്പയാണ് കേട്ടോ. പെട്ടെന്ന് നടന്നു പോരും, ഒന്നും ചെയ്യണ്ട. കുറച്ച് കപ്പ ഉണ്ടാക്കാം രാവിലെ. തടന്നിരിക്കുന്നു ഒരെടുത്തിട്ടുണ്ട്. കപ്പയിൽ കുറച്ച് ബീഫ് കൂടി ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് ബീഫൊന്ന് വേവിച്ചെടുക്കാം. കപ്പ വേവിക്കാൻ വെക്കാം. വിറകടപ്പിൽ വെക്കണ കുക്കറാണ് കേട്ടോ. കപ്പയ്ക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ. ബീഫ് ഉള്ളതുകൊണ്ട് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, 3-4 കാന്താരി, വേപ്പില, ചെറിയ ഉള്ളി. ഇതെല്ലാം നമുക്ക് ചതച്ചെടുക്കാം. കാന്താരി ഞെട്ടോടെയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിടിക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ല ചതഞ്ഞിട്ടുണ്ട്. അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കുക. ഒരു നുള്ളി ഇടിച്ച മുളക് കേട്ടോ. വേറെ മസാല ഒന്നും വേണ്ട, അത്രയും മതി. മിക്സ് ചെയ്ത് കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ. കപ്പ നമുക്ക് ഊറ്റിയെടുക്കാതെ വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച എല്ലാം ഇട്ട് കൊടുക്കാം. ഉള്ളി മുളകെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് കുറച്ചൊരു പേരിന് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം, കുറേ ബീഫൊന്നുമില്ല, കുറച്ച്. അതിലേക്ക് നമ്മുടെ വെന്ത് വെച്ച് കപ്പ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ നല്ല വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കപ്പയും ബീഫും റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ പോയോ? സൺഡേ സ്പെഷ്യലാണ് കേട്ടോ. ഒരു കല്യാണം ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ സ്പെഷ്യലൊന്നുമില്ല.